ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും മഴയൊക്കെ കഴിഞ്ഞ് സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളൊരു മട്ടൻ ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് നല്ല നീറ്റായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കുക്കറിലിട്ടിട്ടാണ് നമ്മളിതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാനതിനെ കഴുകി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റ്, പിന്നെ സ്പൈസസ് എല്ലാം കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. എനിക്ക് കിട്ടിയ നല്ല മട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കുക്കാവാൻ കുറച്ച് ഈസി ആയിരുന്നു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഒരു വലിയ 2 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വഴറ്റാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയും സവോളയും കൂടെ വഴണ്ട് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ കുറച്ച് ബിരിയാണി മസാലയാണ് ആദ്യം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, അത് ഡിപ്പെൻഡിങ് നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിടാം. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം അതും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിൽ ഞാൻ നോക്കുമ്പോൾ കുറച്ച് മസാലയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ എഗെയിൻ കുറച്ച് ബിരിയാണി മസാലയും കൂടെ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മീറ്റ് മസാല, അല്ലെങ്കിൽ നമുക്ക് ഈ മട്ടൻ്റെ മസാലയുണ്ട്, അതിട്ടാലും മതി. ഞാൻ മീറ്റ് മസാലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതേ കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട് മസാല. അതിലേക്ക് ഞാൻ 1 സ്പൂൺ തൈരും കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ മട്ടൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കായ മട്ടനെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളം നിങ്ങൾ കളയാൻ പാടില്ല, ആ വെള്ളം അവിടെ തന്നെ സ്റ്റോർ ചെയ്യണം കേട്ടോ. അത് നമുക്കിനി നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മല്ലിയിലേക്കിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 7 to 10 മിനിറ്റ്സ് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് ഇതിനാവശ്യമുള്ള അരി നമുക്ക് റെഡിയാക്കാം. അപ്പം ഞാൻ ഈ ഒരു കപ്പിലാണ് അരി അളന്നെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ അരിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറേ നേരം അരി ഇങ്ങനെ വെള്ളം പോകാൻ വെക്കാറില്ല പൊതുവെ. അപ്പം ഞാൻ ജസ്റ്റ് കഴുകിയെടുത്ത് അപ്പം തന്നെ കുക്ക് ചെയ്യാൻ എടുക്കാറുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു പാൻ വെച്ചു. പാൻ ചൂടായി കഴിയുമ്പം ആവശ്യത്തിനുള്ള നെയ്യ്, കുറച്ച് ഓയിലും കൂടിയിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നല്ല തിന്നായിട്ട് അരഞ്ഞിട്ടുള്ള സവോള, അറിയാലോ, ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണം. സവോളേനെ നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം. പ്രത്യേകം ഇത് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. കാരണം കണ്ണൊന്ന് തെറ്റി അപ്പം തന്നെ കരിഞ്ഞു പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ കുക്കാവാൻ വെയിറ്റ് ചെയ്യേണ്ട. അതിനു മുമ്പ് നമുക്കിങ്ങ് കോരിയെടുക്കാം. അപ്പം ഞാൻ സവോളേനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കാഷ്യൂ വേണം. അപ്പോൾ അത് നമുക്ക് ഈ സെയിം ഓയിലിൽ തന്നെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ അതിനെ ഞാൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ വളരെ പ്രത്യേകതയാണ്. നോക്കി നിന്നാൽ ഇതൊന്നും ഫ്രൈ ആവില്ല, കണ്ണൊന്ന് തിരിഞ്ഞ് അപ്പം തന്നെ കരിഞ്ഞും കിട്ടും. അപ്പം ഞാൻ അങ്ങനെ
ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയൊക്കെ വറുത്ത് കോരിയിട്ട് കുറച്ച് വേപ്പിലയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായി. ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് സവോള ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള സവോള കുറച്ച് മതി കേട്ടോ, നമ്മുടെ റൈസ് വേവിക്കാനല്ലേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടിയിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരി നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനങ്ങനെ ഈ 1 hour അല്ലെങ്കിൽ 30 minutes ഒന്നും വെള്ളം പോകാനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല. ഞാൻ ഇതേപോലെ ഇട്ടിട്ട് അരീനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് നോർമലി ബിരിയാണി വയ്ക്കുമ്പോൾ ചെയ്യാറ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കുക്കായിട്ട് വരാറുമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട് വയ്ക്കണം. അതുകൊണ്ട് എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയത്. അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചോറിനെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മൾ ആ മട്ടൺ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കുക്കറിൽ വെള്ളം ഉണ്ടായിരുന്നില്ലേ, അതാണ് ഞാൻ ഇവിടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം തികയാത്തത് കൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടിയിട്ട് ഞാൻ അരിക്കനുസരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ചത് ചൂടുവെള്ളമാണ് കേട്ടോ, പച്ചവെള്ളമല്ല. അപ്പം ഓൾറെഡി നമ്മുടെ മട്ടൻ വെന്ത വെള്ളവും അതേപോലെ എക്സ്ട്രാ നമുക്ക് വെള്ളം വേണ്ടതുകൊണ്ട് ചൂടുവെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 നാരങ്ങയുടെ പകുതി ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റിൻ്റെ ഹാഫാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 3 ചില്ലി, അത് ഫുള്ളായിട്ട് മുറിച്ചിട്ടൊന്നുമില്ല, ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതൊരു 20 minutes കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 20 minutes കഴിഞ്ഞപ്പം ഇതൊരു ഓൾമോസ്റ്റ് ഒരു 80-85% അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വെന്താൽ മതി. ഇനി നമുക്കിതിനെ ദം ചെയ്യണമല്ലോ, അപ്പോൾ ഇത് ബാക്കി വേവും. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് വേവണം എന്നില്ല കേട്ടോ അരി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഫുള്ള് നമുക്ക് ഡ്രൈ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് കുക്കായിട്ട് നമുക്ക് വന്നിട്ടുമുണ്ട്. ഇതിനെ നമുക്കിനി ദം ചെയ്യാനായിട്ട് വേറൊരു പാനിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഈ ചോറ് ലെയർ ബൈ ലെയറായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു, കുറച്ച് കളർ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ മല്ലിയില പുതിനയില മിക്സ് ചെയ്ത് അരിഞ്ഞത്, ഒരു നാരങ്ങാനീര് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ മേലേക്ക് വാരി വിതറിയ ശേഷം ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മട്ടൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. നല്ല സൂപ്പറായിട്ട് കുക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മട്ടൻ്റെ മസാലയും ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് അരി ഇട്ടതിന് ശേഷം അതേപോലെ തന്നെ ഞാൻ മട്ടനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതിനെ പഴയതുപോലെ എല്ലാം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം. മല്ലിയില, ചോറിട്ടതിന് ശേഷം നമ്മുടെ ഒണിയൻ ഫ്രൈ ചെയ്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഫ്രൈ ചെയ്തതും കൂടിയിട്ട് നമ്മളിതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗാർണിഷിങ് പരിപാടികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വരിഞ്ഞു വെച്ചിരിക്കുന്നതും വറുത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പോരാത്തതിന് കുറച്ച് കളറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഞാൻ കുറച്ച് നാരങ്ങാനീര് ടോപ്പിൽ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി വരണ്ടേ, ആവി വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഹോൾസുകൾ നമുക്ക് ഉണ്ടാക്കാം. ഈ സെയിം പരിപാടി ഞാൻ എൻ്റെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഈ ഹോൾസ് ഉണ്ടാക്കി വയ്ക്കാം. ഇത് പണ്ട് നമ്മൾ ഈ കുഴിയൊക്കെ കുത്തി ഒളിപ്പിച്ച് വയ്ക്കില്ലേ, അതേപോലെ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടിട്ട് എനിക്ക് തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വളരെ ചെറിയ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു 2 tablespoon നെയ്യ് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 minutes കുക്ക് ചെയ്യാം.
പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അടപ്പിന് ഇങ്ങനെ ഒരു ഹോൾസ് ഉണ്ടെങ്കിൽ അത് അടച്ചു വയ്ക്കാൻ മറന്നു പോകരുത്. അത് കൃത്യമായിട്ട് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്മോക്ക് പുറത്തേക്ക് പോകും. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ദമ്മൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്